ഹലോ. അപ്പോൾ അതിരാവിലെ ഈ പോകുന്നത് ഒരു ശ്രീലങ്കൻ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഞാനും അർത്തനയും കൂടെയാണ് പോയത്. അപ്പം അത്യാവശ്യം നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. രാവിലെ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെയാണ് എത്തിയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അവിടെ എത്തിയിട്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്ത് നിന്ന്. അപ്പം ഒന്ന് നമുക്ക് സെറ്റിൽ ആവാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട്. അങ്ങനെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടത്തിൽ ഞാൻ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത്. കുറച്ച് ലാംഗ്വേജിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വായിച്ചൊക്കെ നോക്കുമായിരുന്നു. ഇതാണ് ഗുണ്ടുദോശയും ചട്നിയും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗുണ്ടുദോശയും ചട്നിയും കഴിക്കുന്നത്. ഒരു ശ്രീലങ്കൻ ഡിഷല്ല, എന്താ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ഇഡ്ഡലിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. എനിവേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഡയറക്ടറുടെ അമ്മൂമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങളിനി പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ നായിക. അപ്പോൾ ഞങ്ങളിനി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു സൺഡേ ആണെങ്കിലും ഭയങ്കര തിരക്കുള്ള സ്ഥലമായിരിക്കുമെന്ന്. പക്ഷേ ഒട്ടും തിരക്കില്ലാത്തൊരു ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ടൊന്നും ആരുമില്ല. നല്ല ഭംഗിയുള്ള പ്രതിമ, തായ് സ്റ്റൈലിലുള്ള ഒരു പ്രതിമയാണ്. അപ്പോൾ ഷൂട്ടിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഷോട്ട്സൊക്കെ എടുത്തു. പക്ഷേ അതേ ഉച്ചയോ വൈകുന്നേരമൊക്കെ ആയിരിക്കും, സമയം ഓർമ്മയില്ല. പക്ഷേ സ്റ്റിൽ അത് ഭയങ്കര കാമാണ് ഈ സ്ഥലം മൊത്തം. വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല. നമ്മളിനി ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ശ്രീലങ്കൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ രാത്രിയും ഷൂട്ട് തീർന്നിട്ടില്ല. അങ്ങനെ വളരെ പെർഫെക്ഷനിസ്റ്റാണ് നമ്മുടെ ഡയറക്ടറും ക്യാമറമാനും ഒക്കെ. അപ്പോൾ കുറേ ഷോട്ട്സൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കുമായിരിക്കും ഇവിടുന്ന് നോട്ടിങ്ങാമിലേക്ക്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം നല്ലൊരു ഉറക്കം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അങ്ങ് എത്തിക്കോളും. അപ്പം കോച്ചിലെ ലൈറ്റൊക്കെ ഇതേ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.